അങ്ങനെ രായപ്പനും കുഞ്ഞാക്കയൊക്കെ നെട്ടോട്ടം ഓടുകയാണ്. അപ്പോൾ ഈ അമൽ ചക്കാലക്കൽ അങ്ങനെ ഒരു നടനുമുണ്ട്. പിന്നെ അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ കിടന്ന് നെട്ടോട്ടോടെയാണ്. എന്തിനാണ്? സൈന്യത്തിന്റെ കാറ് കടത്തിയതിന്. അങ്ങനെ നേരിട്ട് കടത്തിയതല്ല, പിന്നെ എന്താ പറയുക, നികുതി വെട്ടിച്ച് കടത്തിയതിന്. നമ്മള് സുരേഷ് ഗോപി പണ്ട് പിന്നെ പോണ്ടിച്ചേരിയിൽ നിന്ന് നികുതി വെട്ടിച്ച് കടത്തിയതുകൊണ്ട് ഇവിടെ എന്തൊക്കെ ആയിരുന്നു. ഇപ്പൊ ഇതൊന്നും ഈ പൃഥ്വിരാജിന്റെ ദുൽഖറിന്റെ ഇതൊന്നും കാണാൻ ഇവിടത്തെ മാപ്രകൾ എന്ന് പറയുന്ന എന്താ സത്യസന്ധ നിഷ്പക്ഷമായ ചാനലുകൾക്കൊന്നും നേരെ ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും രായപ്പ റഡാറിലാണ്. ദുൽഖറിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി എന്നാണ് പറയുന്നത്. പിന്നെ കസ്റ്റംസ് ഇപ്പോ പിന്നെ സമൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഹാജരാകണം എന്നുള്ള രീതിയൊക്കെയാണ് ഇപ്പൊ പുറത്തു വരുന്നത്, റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിനിട്ടേക്കുന്ന പേരാണ് നല്ല അടിപൊളി പേരെന്ന് പറയുന്നത്. അതായത് ന്യൂം ഖാർ എന്നാണ് ഈ ഓപ്പറേഷന് ഇട്ടേക്കുന്ന പേര്. ഓപ്പറേഷൻ ന്യൂം ഖാർ നമ്മൾ ഇന്നലെ കേട്ടതാണ്. ഇതൊരു ഭൂട്ടാൻ പേരാണ്, ഭൂട്ടാൻ ഭാഷയിലെ പേരാണ്. ഈ ന്യൂം ഖാർ എന്നാൽ കാർ എന്നാണ് അർത്ഥം. ന്യൂം ഖാർ അതിന് അർത്ഥം വരുന്നത് കാർ എന്നാണ്. ഇന്ത്യയിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങാൻ അനുമതിയില്ല. ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വാങ്ങാൻ അനുമതി ഇല്ല. പുതിയ കാർ ഇറക്കുമതി ചെയ്യണമെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പുതിയ കാർ, സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങാൻ അനുമതിയില്ല. ഇനി പുതിയ കാർ നമുക്ക് ഇറക്കുമതി ചെയ്യണമെങ്കിൽ 200% തീരുവ നൽകണം. ഇതാണ് ഇന്ത്യയിലെ നിയമം. അപ്പോ ചേട്ടന്മാര് ഈ നിയമമൊക്കെ കാട്ടിപ്പറത്തിയാണ് ചേട്ടന്മാര് സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് പലതും ഭൂട്ടാനിലെ സൈനികർ ഉപയോഗിച്ച വാഹനങ്ങൾ എന്നാണ് പറയുന്നത്. ഈ വാഹനങ്ങളാണ് ഇപ്പോ പിന്നെ അന്വേഷണ സംഘം പിടിച്ചെടുത്തത് എന്നാണ് പറയുന്നത്. അതായത് നികുതി അടയ്ക്കാതെ ചുളുവില് ഭൂട്ടാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു വാഹനങ്ങൾ. ഇതാണ് പറയുന്നത്. എന്നിട്ട് ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ പിന്നെ സത്യസന്ധമായി ജീവിക്കണം, മറ്റേ മോട്ടിവേഷൻ, ഭയങ്കര സംഭവമാണ്. ഞാൻ UP-യിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ അങ്ങ് ഫേസ്ബുക്കിലൊക്കെ എഴുതി തള്ളണം രായപ്പ എണ്ണ. പൃഥ്വിരാജിന്റെയൊക്കെ ഒരു നിലപാടുകളൊക്കെ കണ്ടാൽ നമ്മൾ തന്നെ രോമാഞ്ചം വരും. ഈ കള്ളക്കടത്തിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ട്? ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ കള്ളക്കടത്ത് തന്നെയാണ്. നികുതി വെട്ടിപ്പെന്ന് പറയുന്നത് എന്താ പറയുന്നത്, സാധാരണക്കാരനുള്ള പണം അങ്ങ് സ്വന്തം കീശയിലാക്കുന്ന ഒരുമാതിരി നാണം കെട്ട ഏർപ്പാട്. അതാണ് ഈ സംഭവം. വാര്യംകുന്നനെയൊക്കെ അങ്ങ് ഭയങ്കര സംഭവമാക്കാൻ പോയ അണ്ണനാണ് രായപ്പേണ്ണ. എന്താണ് ഇവിടെ ഏറ്റില്ലേ? ഏക്കൂല. ഇനി കാരണം ഏക്കൂല എന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയാമോ? ഇന്ത്യ ഭരിക്കുന്നത് നല്ല നട്ടലുറപ്പുള്ള നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ്. അങ്ങേരെ കീഴിലെ കള്ളത്തരമൊന്നും കൂടുതൽ നാള് ഒളിച്ചു വെക്കാൻ പറ്റില്ല, പുറത്തു വരും. മറ്റൊരു രാജ്യത്ത് ഉപയോഗിക്കുന്ന കാറാണെങ്കിൽ അയാൾക്ക് സ്വന്തം രാജ്യത്ത് കൊണ്ടുവരാനും തീരുവയുണ്ട്. ഇതെല്ലാം മറികടന്നാണ് ഇനി മറ്റൊരു രാജ്യത്ത് ഉപയോഗിക്കുന്ന കാറ് അത് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരണം. ആ കാറാണെങ്കിൽ പോലും അയാൾ മറ്റൊരു രാജ്യത്ത് ഉപയോഗിക്കുന്ന കാറാണ്, അത് സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിനെ തീരുവ അടയ്ക്കണം. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ പൃഥ്വിരാജ് ഇപ്പോൾ ഖത്തറിലോ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഒരു കാർ ഉപയോഗിക്കുന്നു. ആ കാർ അവിടെ നിന്ന് അയാൾക്ക് അയാളുടെ പരമ്പള്ളിയിലോ അല്ലെങ്കിൽ മുംബൈയിലുള്ള വീട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ തീരുവ അടച്ചേ കൊണ്ടുവരാൻ സാധിക്കൂ. ഇതെല്ലാം മറികടന്നാണ് ഇവന്മാര് ഈ കാറൊക്കെ സ്വന്തം വീട്ടിന്റെ ഗ്യാരേജിൽ കൊണ്ടുവന്നിട്ട് അതും റോഡിലൂടെ ഓടിച്ചുകൊണ്ട് നടന്നതും. അതായത് ഈ പനമ്പള്ളി നഗറിലൊക്കെ ഗ്യാരേജ് പരിശോധിച്ചപ്പോ കുറെ കാറുകളാണ് അവിടെ കിടക്കുന്നത്. പൃഥ്വിരാജിന്റെ വീട്ടിലും ഒക്കെ കാറുകളുണ്ട്. ദുൽഖറിന്റെ നിസാൻ പെട്രോൾ കാർ പിടിച്ചെടുത്തു. പെട്രോൾ കാറും പൃഥ്വിരാജിന്റെ ലാൻഡ് റോവർ ഡിഫൻഡർ കാറുമാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത്. 200 കാറുകളാണ് നിയമവിരുദ്ധമായി കേരളത്തിലേക്ക് കടത്തിയത്. 30 ഇടങ്ങളിലാണ് ഈ കാറുകൾ എത്തിച്ചത്. 200 കാറുകളാണ് കേരളത്തിലേക്ക് കടത്തിയത്. അതായത് ഇതൊരു വലിയ കണ്ണിയാണ്, ഒരു വലിയ ഏജന്റുമാരാണ് ഇവന്മാര്. ഈ ഭൂട്ടാനിൽ നിന്നൊക്കെ ഈ സൈനികർ ഉപയോഗിച്ച കാറുകൾ നികുതി ഇല്ലാതെ മറ്റൊരു സ്ഥലത്ത് രജിസ്ട്രേഷൻ ചെയ്ത് അത് അങ്ങനെയാണ് ഇവരുടെ കൈകളിലേക്ക് എത്തുന്നത്. അത് നമുക്ക് വഴിയെ പറയാം. ദുൽഖറിന്റെ 2 വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. മൊത്തം 36 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം ഈ ഇവിടങ്ങളിലുള്ള സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തുന്നുണ്ട് കസ്റ്റംസ് എന്നാണ്. ദുൽഖറിന് സമൻസ് നൽകിയിട്ടുണ്ട്. കൊച്ചിയിലെ വീട്ടിൽ നിന്ന് തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ലാൻഡ് ക്രൂസർ ഡിഫൻഡർ കാർ പിടിച്ചെടുത്തു. ഭൂട്ടാൻ മിലിറ്ററി ഉപയോഗിച്ച കാർ എന്നാണ് പറയുന്നത്.
അന്വേഷണ സംഘത്തിന് മനസ്സിലായത് ഭൂട്ടാൻ, ഈ തമിഴ്നാട്ടിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത് കൊണ്ടുവന്ന കാറ് ഭൂട്ടാൻ മിലിറ്ററി, അതായത് ഭൂട്ടാനിലെ സൈന്യം ഉപയോഗിച്ച കാറാണോ എന്ന് ഇവർ പരിശോധിക്കുന്നുണ്ട്. ഈ അമിത് ചക്കാലക്കൻ, അമിത് ചക്കാലക്കന്റെ ലാൻഡ് ക്രൂയിസർ അതും പിടിച്ചെടുത്തിട്ടുണ്ട്. 80 തരം കാറുകളാണ് വിദേശത്തു നിന്നും കടത്തിയത് എന്നുള്ളതാണ്. അതായത് വിദേശത്തു നിന്നും ആഡംബര കാറുകൾ ഭൂട്ടാനിലേക്ക് കൊണ്ടുവരും, എന്നിട്ട് ഭൂട്ടാനിൽ വെച്ച് വ്യാജ മേൽവിലാസം ഉണ്ടാക്കും, എന്നിട്ട് അത് രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്തിട്ട് പിന്നീട് ഹിമാചലിലേക്ക് കൊണ്ടുപോകും. ഹിമാചലിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ തെറ്റായ മേൽവിലാസത്തിൽ രജിസ്റ്റർ ചെയ്യും, എന്നിട്ട് ഹിമാചലിൽ നിന്ന് അത് വീണ്ടും കൊണ്ടുവരും. ഇതാണ് ഇവന്മാരുടെ കളി എന്ന് പറയുന്നത്. അപ്പോ ഈ കാറുകൾ ഇവർക്കൊക്കെ ഭയങ്കര എന്താണ് ക്രൈസ് എന്ന് ചോദിച്ചാൽ കണ്ണട, കാറ്, ക്യാമറ. കാരണം പണമുള്ളവർക്ക് എന്തും ക്രൈസ്. ഇപ്പൊ പാവപ്പെട്ടവനാണെങ്കിൽ ഒരു കാറ് വാങ്ങണമെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിയാൽ തന്നെ 3-4 വർഷം EMI അടച്ചാണ് മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ ഒരു കാറ് വാങ്ങുന്നത്. കുറച്ചുകൂടെ പണമുള്ളവരാണെങ്കിൽ പോലും ഒരു 10 ലക്ഷം രൂപയുടെ ഒക്കെ കാറാണെങ്കിൽ പോലും ആദ്യം കുറച്ച് പൈസ കൊടുക്കും, എന്നിട്ട് ലോണാണ്. ഈ ലോണ് നമ്മളിപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ കാറാണെങ്കിൽ ഒരു 12-13 ലക്ഷം രൂപ വരെയൊക്കെ ലോൺ അടച്ച് തീരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നാവും. അപ്പൊ പാവപ്പെട്ടവൻ അത്രയും ഒരു വാഹനം കുടുംബത്തോടൊപ്പം, ഇപ്പൊ മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ നമുക്ക് ബൈക്കിലൊന്നും അവരെ ഇപ്പൊ 4 പേര് പോയാൽ 4 പേർക്കും ഹെൽമെറ്റ് വേണം. അതും പോയിട്ട് അതിന്റെയൊക്കെ ഒരു ചെറിയ അഭാവം. 3 പേര് കൂടുതൽ ബൈക്കിൽ പോകാൻ പാടില്ല, എനിക്ക് 2 പേര് കൂടുതലൊക്കെ പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ സാധാരണക്കാർക്കുണ്ട്. അപ്പോഴാണ് ഈ പണമുള്ളവൻ, ഒന്ന് ആലോചിച്ച് നോക്ക്, കോടികൾ എന്താ പറയുക സിനിമയിൽ നിന്ന് വാങ്ങുന്നവരാണ്. ദുൽഖറിനെ സംബന്ധിച്ച് അച്ഛൻ കോടികൾ സമ്പാദിച്ചിട്ടുണ്ട്, മകൻ അതുക്കും മേലെ സമ്പാദിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ കാറുകളൊക്കെ ഇവർക്ക് പണം കൊടുത്ത് വാങ്ങാനുണ്ട്. ഇപ്പൊ മറ്റൊരു രാജ്യത്ത് നിന്ന് കൊണ്ടുവരണമെങ്കിലും അതിന് നികുതി അടയ്ക്കണം. വേറൊരു രാജ്യത്ത് നിന്ന് സെക്കൻഡ് ഹാൻഡ് കാറ് നമ്മുടെ രാജ്യത്ത് ഇറക്കാൻ അനുമതി പോലും ഇല്ല. അപ്പൊ നമ്മുടെ സർക്കാരിന് പുല്ല് വില പോലും ഇല്ല. അതായത് നമ്മുടെ സർക്കാരിന് ഇപ്പൊ വിദേശത്തൊക്കെ ചെന്നാൽ ഇവർ അവിടുത്തെ നിയമങ്ങളെല്ലാം പാലിക്കും. അവിടെ എന്തൊക്കെ ഇപ്പൊ അമേരിക്കയിൽ ചെന്നാൽ അമേരിക്കയിലുള്ള നിയമങ്ങളൊക്കെ കൃത്യമായി പാലിക്കും. കാനഡയിൽ ചെന്നാൽ അവിടുത്തെ നിയമങ്ങളൊക്കെ എന്തിന് UAE-യിലും ഖത്തറിലും സൗദിയിലും ഒക്കെ പോയാൽ തന്നെ ഇവന്മാർ അവിടുത്തെ നിയമങ്ങളൊക്കെ കൃത്യമായി പാലിക്കും. ഇവർക്കൊക്കെ അവിടെ ബിസിനസ് ഒക്കെ ഉണ്ട്, ഹോട്ടൽ ബിസിനസ് ഒക്കെ ഉണ്ട്. അവിടുത്തെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് അവന്മാർ പോകണത്, ഇല്ലെങ്കിൽ തല കാണില്ല. ഇന്ത്യയിലാവുമ്പോൾ എന്ത് തോന്നിവാസവും കാണിക്കാം, എവിടെ നിന്നും വണ്ടികൾ കൊണ്ടുവരാം, എന്തും കൊണ്ടുവരാം. എന്നിട്ട് ഇന്ത്യൻ സർക്കാർ ഇതൊക്കെ അന്വേഷിക്കാനാ പോകുന്നത്. ഇതൊക്കെ നമ്മൾ സിനിമാ നടന്മാരാണ്, നമ്മുടെ കയ്യിൽ കോടികളുടെ പണമുണ്ട്, ആരെ വേണമെങ്കിലും വിലയ്ക്ക് വാങ്ങാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഇനിയിപ്പോ പറയാൻ വരുന്നത് എന്തെന്നറിയാമോ, എമ്പുരാനിൽ ഗോദ്ര കലാപവും ഗുജറാത്ത് കലാപവും ഒക്കെ എടുത്തു കാണിച്ചത് കൊണ്ടാണ് ദുൽഖറിനെതിരെയൊക്കെ ഇത്തരത്തിൽ ഇത് വന്നത്. സർക്കാർ പ്രതികാരാത്മകമായി പെരുമാറുന്നു എന്ന് വെച്ചാൽ ഇവന്മാര് ചെയ്തത് തെറ്റാണെന്ന് പറയൂല, ഇവന്മാര് ചെയ്തത് ശുദ്ധ തെമ്മാടിത്തരമാണെന്ന് പറയൂല. നരേന്ദ്രമോദി പ്രതികാര ബുദ്ധിയോടെ പെരുമാറി ആരെങ്കിലും സത്യം വിളിച്ചു പറഞ്ഞാൽ അവരുടെ വീട്ടിൽ റെയ്ഡ് നടത്തും, അവരുടെ വീട്ടിൽ ഇൻകം ടാക്സ് വെട്ടിപ്പുണ്ടോ എന്ന് കണ്ടെത്തും, അവരുടെ അങ്ങനെ നടത്തും ഇങ്ങനെ നടത്തും എന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പോ കാണാം ഫെമിനിസ്റ്റുകളും ചാനലിലെ കുറെ സുഡാപ്പികളും കുറെ ആളുകളും ഒക്കെ ഇനിയിപ്പോ ഫേസ്ബുക്കിൽ അങ്ങോട്ട് ഹാഷ്ടാഗ് രായപ്പൻ, ഹാഷ്ടാഗ് ദുൽഖർ, ഹാഷ്ടാഗ് അങ്ങനെ ഇനി ഹാഷ്ടാഗുകൾ കൊണ്ട് നിറയും. പക്ഷേ സത്യമായി പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. കള്ളക്കടത്ത് നടത്തിയവന്മാരെ വെറുതെ വിടാൻ ഇന്ത്യൻ സർക്കാർ തയ്യാറല്ല. അത് എത്ര വമ്പന്മാരായാലും ഇനി ജയിലിൽ കിടക്കേണ്ടി വന്നാൽ നീയൊക്കെ കിടക്കും, അത് ഉറപ്പാണ്.